കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളെ വളരെ എളുപ്പത്തിൽ ഹിന്ദി സംസാരിക്കാൻ പഠിപ്പിക്കാം. ഹിന്ദി പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം ആഗ്രഹമില്ലെങ്കിൽ ഒന്നും പഠിക്കാനൊക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരുപാട് ഹിന്ദി പഠിപ്പിക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊക്കെ കയറി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഹിന്ദി സംസാരിക്കാൻ പറ്റും. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ, മടിക്കാതെ, പേടിക്കാതെയൊക്കെ നിങ്ങൾക്ക് സംസാരിച്ചാൽ എളുപ്പം പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഞാനൊരു കൂട്ടുകാരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു പെട്രോൾ പമ്പിലേക്ക് പോവുകയാണ് ബൈക്കിൽ, അല്ലെങ്കിൽ കാറിലാണെങ്കിൽ കാറിൽ. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ ഹിന്ദിയിൽ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ പറയുകയാണ്, ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ്, അരേ ഭായ് ഇധർ ആവോ, അരേ ഭായ് ഇധർ ആവോ, ഇസ്മേ 100 का പെട്രോൾ ഡാൽ ദോ, അല്ലെങ്കിൽ 100 का പെട്രോൾ ഡാൽ ദോ. അല്ലെങ്കിൽ നമ്മൾ പറയാണ്, അരേ ഭയ്യ ഇസ്മേ 500 का പെട്രോൾ ഡാലോ. 100 എന്ന് പറഞ്ഞാൽ 100, അല്ലെങ്കിൽ 500. 500 का പെട്രോൾ ഡാൽ ദോ, 500 രൂപയുടെ പെട്രോൾ അടിക്കുക. അപ്പോൾ അയാൾ പെട്രോൾ അടിച്ചു. അപ്പോൾ നമ്മൾ ആട്ടിക്ക് ഭയ്യ മേ ചലത്താവൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ കൂട്ടുകാരനെ, വളരെ കാലം മുമ്പ് കണ്ട ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളവിടെ പുറത്തു നിന്ന് ഒരാളായിട്ട് ചോദിക്കുകയാണ്, യാപ്പേക്ക് ശരത് നാംകായേക്ക് लड़के का कल एक्सीडेंट हुआ था ना, उसे इस हॉस्पिटल में एडमिट किया है क्या എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ശരത് नाम का एक लड़के को कल एक एक्सीडेंट हुआ था ना, उसे इस हॉस्पिटल में एडमिट किया है क्या എന്ന് ചോദിക്കുകയാണ്. ശരത് नाम का एक लड़का എന്ന് പറഞ്ഞാൽ ശരത് എന്ന് പേരുള്ള ഒരു പയ്യനെ ഇന്നലെ ആക്സിഡൻ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കുകയാണ്. റിസപ്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന ആരുടെങ്കിലോ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, അഡ്മിറ്റ് കിയാ ഹെ 500 മേ ഉസ്കാ റൂം, 500 മേ ഹെ ഉസ്കാ റൂം. 500ാമത്തെ മുറിയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്പറാണ് മുറിയുടെ. അപ്പോൾ അങ്ങോട്ട് വാപ്പേ ജാക്കർ ദേക്കിലോ ഭയ്യ നമ്മുടെ അടുത്ത് അവർ പറയുകയാണ്. അങ്ങനെ നമ്മൾ മുറിയുടെ അവിടെ ചെന്നിട്ട് പതുക്കെ ഡോറിൽ കൊട്ടിയിട്ട് ചോദിക്കുകയാണ്, इस कमरे में कोई है क्या, इस कमरे में कोई है क्या, इसके अंदर कोई है क्या എന്ന് ചോദിക്കുക. इसके अंदर कोई है क्या എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ. കമരമേ കോയി ഹേ ക്യാ എന്ന് ചോദിച്ചാൽ മുറിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ. നമ്മൾ ഇങ്ങനെ തട്ടിയിട്ട് ചോദിക്കുകയാണ്, ഇസ് കമരമേ കോയി ഹേ ക്യാ എന്ന് ചോദിക്കുകയാണ്, മുറിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു പെൺകുട്ടി വരുവാണ്. അപ്പം ആപ്പ് കോൻ ഹേ എന്ന് ചോദിക്കുകയാണ്, ആപ്പ് കോൻ ഹേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ശരത് ഇസ്കെ അന്തർ ഹേക്കാന്ന് ചോദിക്കുക, ശരത് ഇസ്കെ അന്തർ ഹേക്കാന്ന് ചോദിക്കുക. അപ്പോൾ ആ പെൺകുട്ടി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ആപ്പ് കോൻ ഹേ എന്ന് ചോദിക്കുകയാണ്. തും മുझे ഫൂൽ ക്യാ ക്യാ, തുമാരാ ശരത് ഭയ്യ കാ ബച്പൻ കാ ദോസ്തു മേ, മേരാ നാമ അർജിത് ഹേ എന്ന് പറയാണ്. എൻ്റെ പേര് അർജിത് ആണെന്നാണെന്ന് പറയാണ്. നിങ്ങളുടെ പേരെന്താണോ അത് പറഞ്ഞാൽ മതി. എൻ്റെ പേര് അർജിത് എന്നായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാണ്. ശരത്തും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളായിട്ടൊന്നും ബന്ധമില്ല, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണ് കേട്ടോ. അപ്പം മേരാ നാമ അർജിത് ഹേ എന്ന് പറയുകയാണ്. തും മുझे ഫൂൽ ക്യാ ക്യാ എന്ന് ചോദിക്കുകയാണ്. തും മുझे ഫൂൽ ക്യാ ക്യാ ഗായത്രി എന്ന് ചോദിക്കുകയാണ്. തും മുझे ഫൂൽ ക്യാ ക്യാ ഗായത്രി എന്ന് ചോദിക്കുകയാണ്. मैं तुम्हारा भैया का बचपन का दोस्त है, ഞാൻ ബച്പൻ കാ ദോസ്ത് ഹേ, തുമാരാ ഭയ്യ കാ ബച്പൻ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ്റെ കുട്ടിക്കാലത്തിലെ കൂട്ടുകാരനാണ്. നീ എന്നെ ഓർക്കുന്നില്ലേ. തും മുझे ഫൂൽ ക്യാ ക്യാ, നീ എന്നെ മറന്നുപോയോ. ഫൂൽ ക്യാ എന്ന് പറഞ്ഞാൽ മറന്നുപോയോ, നീ എന്നെ മറന്നുപോയോ. ഫൂൽ ക്യാ ക്യാ, തും മുझे ഫൂൽ ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ നീ എന്നെ മറന്നുപോയോ. മുझे याद आया, आप तो मेरे भैया के साथ बचपन में पढ़ाई किया था और आप पहले भी इस घर में आया है, मुझे याद है എന്ന് പറയുകയാണ്. മുझे याद है എന്ന് പറയുകയാണ്. നിങ്ങൾ ശരത്തിൻ്റെ കൂടെ പഠിച്ചതല്ലേ, മുമ്പ് കുട്ടിക്കാലത്ത് ഇവിടെ വന്നിട്ടുള്ളതാണ്, എനിക്ക് ഓർമ്മയുണ്ട്, അർജിത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം, മേ അർജിത് എന്ന് പറയാണ്, ഞാൻ അർജിതാണ്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, അവിടെ അടുത്ത് ചോദിക്കുകയാണ്, തും അഭി ക്യാ കർത്തെ ഹേ, തുമാരാ ഷാദി ഹുവാ ഹേ ക്യാ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, നഹി മേരാ ഷാദി നഹി ഹുവാ ഹേ, മേരാ ഷാദി തോ നഹി ഹുവാ ഹേ, അല്ലെ ഷാദി നഹി ഹുവാ ഹേ. ഷാദി കല്യാണം കഴിച്ചിട്ടില്ല. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം, കഴിച്ചിട്ടില്ല. ഷാദി നഹി ഹുവാ ഹേ, ആപ്കാ ഷാദി ഹോ ഗയാ ക്യാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ്, മേരാ തോ ഷാദി നെയ് ഹുവാ ഹേ, മേരാ തോ ഷാദി നെയ് ഹുവാ ഹേ. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മേരാ ഷാദി ഹോ ഗയാ ഹേ, മേരാ ഷാദി ഹുവാ ഹേ എന്ന് പറയാം.
मेरा शादी हुआ है और मेरे को एक छोटा सा बच्चा भी है. मेरे को छोटा सा एक बच्चा भी है. എനിക്ക് കല്യാണം കഴിഞ്ഞാണ്, ഒരു കൊച്ചു കുട്ടിയും കൂടെ ഉണ്ടെന്ന് പറയാം. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, मेरा शादी नहीं हुआ है. തുമാര ഭയ്യക്കോ ക്യാ ഹുവാ താ കല്ലെന്ന് ചോദിക്കുകയാണ്. നിൻ്റെ ചേട്ടൻ എന്ത് പറ്റിയായിരുന്നു എന്നല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഒത്തോ ഏക്ക് गाड़ी से टकराया था, एक कोई एक बेवकूफ़ ने मेरे भैया के गाड़ी पे आकर टकराया എന്ന് പറയാണ്. कोई एक बेवकूफ़ ने गाड़ी पे टकराया എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പൊട്ടൻ കൊണ്ടുവന്ന് ഒരു മണ്ടൻ കൊണ്ടുവന്ന് എൻ്റെ ചേട്ടൻ്റെ വണ്ടിയിൽ ഇടിപ്പിച്ചാണ്. മേരെ ഭയ്യാക്കെ ഗാഡി പേ ടക്കറായതാ. ടക്കറായതെന്ന് പറഞ്ഞാൽ ഇടിപ്പിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എസേ അയക്കാന്ന് ചോദിക്കുക, അങ്ങനെയാണോ? തുമര ഭയ്യ അബി സോര അയക്കാന്ന് ചോദിക്കുകയാണ്. തുമര ഭയ്യ അബി സോര അയക്കാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സോര മേ ഉസെ ഉടാത്താ ഹോ ഉറങ്ങുവാണ്, ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാം. അപ്പം നമ്മൾ പറയാണ്, ഇപ്പം ഞാൻ പറയാണ്, നഹി ഉസെ സോനെ ദോ, മേ ആയാതാ ऐसे उससे बोल देना, मैं आया था ऐसे उससे बोल देना, उसे तो देखा है ना इसीलिए मैं चलता हूँ, वो सो रहा है तो मैं जा रहा हूँ എന്ന് പറയാണ്. वो सो रहा है तो उसे मत उड़ाओ എന്ന് പറഞ്ഞാൽ वो सो रहा है तो मत उड़ाओ, वो सो रहा है तो उसे मत उड़ाओ എന്ന് പറഞ്ഞാൽ वो सो रहा है എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുവാണെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കേണ്ട, മത്തുടാവോ വേണ്ട, അവനെ എഴുന്നേൽപ്പിക്കേണ്ട. മേ ആയാതാ എസെ ഉസെ ബോൾ ദേന, ഞാൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് അവനോട് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പം അവൻ എഴുന്നേറ്റിട്ട് പെട്ടെന്ന്, അർജിത് തും മുझे देखने के लिए आया है क्या, बहुत साल हो गया हम लोग मिलकर, അർജിത് തും മുझे देखने के लिए आया है क्या എന്ന് ചോദിച്ചാൽ, നീ എന്നെ കാണാൻ വേണ്ടി വന്നാണോ? ഹം ബഹുത് സാൽ ഹോ ഗയാ മിൽക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായി കണ്ടിട്ട്. ഇസിലിയെ തോ മേ ആയാ ഹൂന എന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പറയുകയാണ്. ഇസിലിയെ തോ മേ ആയാ ഹൂന തുച്ചെ ദേഖ്നെ കെ ലിയെ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത്. ഇസിലിയെ തോ ആയാ ഹൂന മേ തുച്ചെ ദേഖ്നെ കെ ലിയെ, ഇസിലിയെ തോ ആയാ ഹൂന എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്, തുച്ചെ ദേഖ്നെ കെ ലിയെ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, തൂന്നെ കേസെ जाना, मैं अस्पताल में एडमिट हुआ था, किसने बोला तुमसे, मेरा एक्सीडेंट हुआ है तुमसे किसने बोला എന്ന് ചോദിക്കുകയാണ്. നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന്, എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് നിന്നോട് ആര് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, മുസേത്തോ മനുവിനെ ബോലാതാ എന്ന് പറയാണ്. തോ തുസെ മനുവിനെ ബോലാതാ വോ കേസാ ഹേ, ഓ കേസാ ഹേ എന്ന് ചോദിക്കുകയാണ്. അവനെങ്ങനെയാണ്? ഓ ठीक है वो तो अभी दिल्ली में रहता है എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, തും അഭി കാ പേ രഹത്താ ഹേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറയാണ്, मैं तो मुंबई में रहता हूँ, ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത്. തുമാരെ ഘർവാലെ കേസെ ഹേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറയാണ്, മേരെ ഘർവാലെ ടീക്ക് ഹേ, തുമാര ഷാദി ഹുവാ ഹേ ക്യാ എന്ന് അവൻ ചോദിക്കുകയാണ്. നിൻ്റെ കല്യാണം കഴിച്ചോ? നഹി മേരാ ഷാദി നഹി ഹുവാ ഹേ. തുമാരെ മാ ഓർ പിതാജി കഹാ പേ ഹേ ശരത്ത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, മേരാ മാ ഓർ പിതാജി ഘർ പേ ഹേ, वो लोग कुछ देर पहले वो अस्पताल में था और वो लोग घर पे चला गया है എന്ന് പറയാണ്. അവർ വീട്ടിലാണ്, കുറച്ചു നേരം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, അവർ തിരിച്ച് പോയിരിക്കുകയാണ്. കുച്ച് ദേർ പെഹലെ ഓ ലോഗ് യാപ്പേ ദേ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മുമ്പ് അവരിവിടെ ഉണ്ടായിരുന്നു. ഓ ലോഗ് അബി ഘർ പേ ഗയാ ഹേ എന്ന് പറയാം. അപ്പോൾ ഗേ ഹേ എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയണ ठीक है ये तुम्हारे लिए खाने के लिए कुछ फल लेकर आए थे हम എന്ന് ഞാൻ പറയാണ്. നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിരിക്കുക എന്ന് പറയാണ്. ഫല്ലെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിരിക്കുക എന്ന് പറയാണ്. ये सब खरीद के आने के लिए मैं क्या छोटा बच्चा हो क्या, तू പൈസ ക്യൂ ഖർച്ച് ചെയ്യാന്ന് അവൻ ചോദിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചു കുട്ടിയാണോ? ചോട്ടാ ബച്ചാ ഹേ ക്യാ, ये सब खरीद कर तुन्ने पैसा क्यों खर्च किया എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കളഞ്ഞാന്ന്.
അപ്പം ഞാൻ പറയാണ് कोई बात नहीं, तुम्हें देखने के लिए ऐसे कैसे मैं कुछ खरीद के बिना मैं कैसे आता, इसीलिए मैंने सब खरीदा. ഞാൻ എങ്ങനെയാണ് നിന്നെ കാണാൻ വേണ്ടി ഒന്ന് മേടിക്കാൻ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നതെന്ന് നമ്മൾ പറയാണ്. അപ്പം അവൻ പറയാണ് തൊട്ടേക്കേ. അപ്പം ഞാൻ പറയണം അവനോട്, तो हम चलते हैं, मैं चलता हूँ, शरत मैं चलता हूँ, और ഗായത്രി मैं चलता हूँ, फिर मिलेंगे എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അനിയത്തിയോടും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ട് നമ്മളിന്ന് ഇറങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ടൈമിന് അവിടെ ഒരു പ്രായമുള്ളൊരു അമ്മ ഓടി വന്നിട്ട് അവർക്ക് ഇപ്പം അല്ലെ പ്രായമുള്ള അമ്മയോ അല്ലെങ്കിൽ ഒരു പ്രായമുള്ളൊരു പയ്യനോ അല്ലെങ്കിൽ ഒരാൾ ഓടി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ്, തും വൈശാഖയൊക്കെയാന്ന് ചോദിക്കുകയാണ്. തും വൈശാഖയൊക്കെയാ, മേരാ ബച്പൻ കാ ദോസ്തയൊക്കെയാന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ പ്രായമുള്ളൊരു സ്ത്രീയാണ് വന്നിട്ട് ചോദിക്കണമെങ്കിൽ തും വൈശാഖ് മേരാ ബേട്ടാ ഹേക്കെയാന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാമല്ലോ. അപ്പം ഇപ്പം നമ്മൾ ചോദിക്കുന്നത് ഇത് ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കും പോലെ തും വൈശാഖയൊക്കെയാന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പറയാണ് മേ വൈശാഖ് നയ്യേ. അപ്പം അവൻ സമ്മതിക്കുന്നില്ല. അവൻ പറയാണ് തും വൈശാഖി ഹേ, മേ ജാനത്താ ഹൂ വൈശാഖ്, മേരാ ബച്പൻ കാ ദോസ്ത് ഹേ, തുമാരാ ജൈസാ मेरा दोस्त तो तुम ही है, तुम्हारा ही चेहरा है, तुम झूठ मत बोलो मुझसे എന്ന് പറയാണ്. നീ തന്നെയാണ് വൈശാഖ്, നീ എൻ്റെ അടുത്ത് കള്ളം പറയരുതെന്ന് പറയാണ്. അപ്പം നമ്മൾ പറയാണ് मैं तो വൈശാഖ് नहीं है, तुम्हें गलत फैमिली हो गया है, मैं വൈശാഖ് नहीं है എന്ന് പറയാണ്. ഗലത് ഫാമിലി എന്ന് പറഞ്ഞാൽ നിനക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്, ഞാൻ വൈശാഖ് അല്ല, മേരാ നാമ ആർജിത എന്ന് പറയാണ്. ഇപ്പം എൻ്റെ പേര് ആർജിതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം, മേരാ നാമ ആർജിത എന്ന് പറയാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു തരുന്നില്ല. അവൻ നമ്മുടെ അടുത്ത് പറയാണ് मेरा बचपन का दोस्त को देखकर मैं क्यों नहीं पहचानूंगा, मुझे तो मैं तो उसे बचपन से देखा हूँ, मुझे उसके बारे में जानता हूँ और मैं उसे पूरे तरीके से जानता हूँ. എനിക്ക് അവനെ മുഴുവനായിട്ട് അറിയാം, അവൻ എൻ്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. വൈശാഖേന എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാണ് അല്ല, നഹി നഹി എന്ന് പറയാണ്. तो तुम्हारा हाथ दिखाओ, तुम्हारा हाथ में तो एक तिल है, मेरा वैशाख होगा तो तेरे हाथ में एक तिल होगा എന്ന് പറയാണ്. നീ എൻ്റെ വൈശാഖാണെങ്കിൽ നിൻ്റെ കയ്യിൽ കറുത്ത മറുക് കാണും, എനിക്ക് തോന്നുന്നു നീ വൈശാഖാണെന്നാണ്, അതുകൊണ്ട് കൈ കാണിക്കാൻ പറയാണ്. തും ഹാത്ത് ദിക്കാവോ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ കൈ കാണിക്കുകയാണ്. ദേക്കോ മേരെ ഹാത്ത് മേ തോ കോയി തിൽ നഹി ഹേ, എൻ്റെ കൈ കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു മറുകും ഇല്ലെന്ന് പറയാണ്. തില്ലെന്ന് പറഞ്ഞാൽ മറുകെന്നാണ് കേട്ടോ. മേരെ ഹാത്ത് മേ കോയി തിൽ നഹി ഹേ, എൻ്റെ കയ്യിൽ ഒരു മറുകും ഇല്ലെന്ന് ഞാൻ പറയാണ്. അപ്പോൾ അവൻ പറയാണ് मेरे को गलती हो गया भाई साहब, मेरा वैशाख भी आपके जैसा लगता है, इसलिए मेरे को गलत फैमिली हो गया എന്ന് പറയാണ്. അപ്പം നമ്മളുടെ അവന് ആദ്യമേ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ പറയാണ് ये देखो मेरे हाथ में तिल नहीं है, तुम्हें अभी तसल्ली हो गया है क्या എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. तुम्हें अभी तसल्ली हो गया क्या, തസല്ലി എന്ന് പറഞ്ഞാൽ നിനക്ക് ബോധ്യപ്പെട്ടോ എന്ന്, നിൻ്റെ കൂട്ടുകാരനെല്ലാം നിനക്ക് ബോധ്യപ്പെട്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൻ നമ്മളോട് മാപ്പ് പറയാണ്. मुझे गलती हो गया भाई साहब, इसमें गलती हो गया भाई साहब, मुझे माफ़ कर दो എന്ന് അവൻ പറയാണ്. എനിക്ക് തെറ്റുപറ്റി സഹോദരൻ മാപ്പ് തരണമെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ പറയാണ് इसमें माफ़ी मांगने के कोई बात नहीं है, तुम्हारा दोस्त वैशाख के जैसा मैं दिखता है, इसीलिए तुम्हें गलती हो गया, इसमें माफ़ी मांगने का क्या बात है നമ്മൾ അവനോട് പറയാണ്. നിൻ്റെ കൂട്ടുകാരൻ വൈശാഖ് എന്നെപ്പോലെ ഇരിക്കുന്നതുകൊണ്ടല്ലേ നീ അങ്ങനെ എന്നോട് പറഞ്ഞത്, അതിൽ തെറ്റ് ഒന്നുമില്ല, നീ എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ അങ്ങോട്ട് പറയാണ്. അപ്പോൾ അവൻ പറയാ ठीक है भैया, मुझे मैं जा रहा हूँ, अभी मेरा माँ यहाँ पे हॉस्पिटल में एडमिट किया है, इसीलिए मैं वो अस्पताल के बाहर खड़ा था, तभी आपको तुम्हें देखा, तभी मैं आया, मेरा दोस्त जैसा लगा, इसीलिए ऐसे आकर बात करना पड़ा, मुझे बहुत शर्म हो रहा है इस बात पे എന്ന് പറയാണ്. എൻ്റെ അമ്മ ഇവിടെ അഡ്മിറ്റാണ്, മേരാ മാ ഹോസ്പിറ്റൽ മേ അഡ്മിറ്റ് है, इसीलिए मैं बाहर खड़ा था, तभी तुम्हें देखा, അല്ലെങ്കിൽ आपको देखा എന്ന് പറയാം. तुम्हें देखा എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട, അല്ലെങ്കിൽ आपको देखा എന്ന് പറഞ്ഞാൽ താങ്കളെ കണ്ട്, इसीलिए मैं आपके पास आकर ऐसे बात किया, मुझे इस बात पर बहुत शर्म आ रहा है, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചതിലെനിക്ക് വളരെ നാണക്കേട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ വീണ്ടും പറയാണ്. मुझे माफ़ कर देना भाई साहब എന്ന് പറയാണ്. ठीक है इसमें माफ़ी की कोई बात नहीं है, मैं चलता हूँ भाई साहब എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നമ്മൾ നേരെ പുറത്ത് വന്ന്
അങ്ങനെ വണ്ടിയിൽ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറിയാണ്, ഒരു പച്ചക്കറി കടയിൽ കയറിയാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറി കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ ചോദിക്കുകയാണ്, തരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറി സാധനങ്ങളാണ് മേടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, കടക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, मुझे 1 किलो आलू दो भाई साहब, मुझे 1 किलो आलू दो भाई साहब, और 2 किलो बैंगन भी चाहिए, 2 किलो बैंगन भी चाहिए. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് സഹോദര, അല്ലെങ്കിൽ നിങ്ങൾ വൈസാബ് എന്ന് പറഞ്ഞാൽ സഹോദര. അതുപോലെ നിങ്ങൾ കുറച്ച് ബെങ്കൻ ബി ചായ എന്ന് പറഞ്ഞാൽ, ബെങ്കൻ എന്ന് പറഞ്ഞാൽ 2 കിലോ ബെങ്കൻ ചായ എന്ന് പറഞ്ഞാൽ 2 കിലോ വഴുതനങ്ങയും കൂടെ താന്ന് പറയാണ്. അപ്പം നമ്മളതെല്ലാം വാങ്ങിക്കുകയാണ്. ഇത്ര ചായ ക്യാ ആപ്കോ എന്ന് നമ്മുടെ അടുത്ത് കച്ചവടക്കാരൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ്, ആ ഭയ്യ ഇത്തനായി മുച്ച ചായ, അബിതോ മുച്ച ഇത്തനായി ചായ ബൈസാവ് എന്ന് പറയാണ്. അബിതോ മുച്ച ഇത്തനായി ചായ ബൈസാവ്, ഇപ്പം എനിക്ക് ഇത്രയും മതി സഹോദര എന്ന് നമ്മൾ പറയാണ്. അപ്പം നമ്മൾ തോ ആപ്ക ആലു ഓർ ബംഗാൻ എലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരികയാണ്. എലോ ആപ്ക ആലു ഓർ ബംഗാൻ, നിങ്ങളുടെ വഴുതനയും ഉരുളക്കിഴങ്ങും എന്നാന്ന് പറഞ്ഞിട്ട് തരുവാണ്. കിത്തന ഹുവ എന്ന് ചോദിച്ചപ്പോൾ പറയാണ് 100 റുപ്പയ ഹുവ, 100 രൂപയുള്ള എന്ന് പറയാണ്. ടീക്കേ മെച്ചൽത്താവൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോകുവാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കൂട്ടുകാരൻ ആശുപത്രിയിൽ അങ്ങനെ അഡ്മിറ്റായിട്ട് കിടപ്പുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ സംസാരിക്കണം, അതുപോലെ കടയിൽ ചെല്ലുമ്പം എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ നിന്ന് എങ്ങനെ പറയണം എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കുറച്ച് ഇതായിട്ട് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ 2 കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഞാൻ പുതിയതായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തില്ലെന്ന് പറഞ്ഞാൽ ഹാത്തോപ്പെ തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെ മറുകം എന്നാണ്. അതുപോലെ തസല്ലി യോഗ എന്ന് പറഞ്ഞാൽ എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ബോധ്യപ്പെട്ടോ വിശ്വാസമായോ ബോധ്യപ്പെട്ടോ എന്നാണ് തസല്ലി എന്ന് പറഞ്ഞാൽ. തുമ്മെ തസല്ലി യോഗയാക്കിയ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇപ്രാവശ്യം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഹിന്ദി പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് കാര്യം ഇപ്പോൾ പറയാം. നിങ്ങളതിൻ്റെ മലയാളം എന്താണെന്ന് ഒരൊറ്റ ചോദ്യം മാത്രം, ചോദ്യമല്ല, ഒരു കാര്യം ഞാൻ ഹിന്ദി പറയും. സാധാരണ നമ്മൾ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്, എന്നൊരു കാര്യം പറയും. അപ്പോൾ ആ കാര്യത്തിൻ്റെ മലയാളം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിടണം. അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ കുഴപ്പമില്ല. बुरा वक्त भी बहुत जल्दी गुजर जाता है, बुरा वक्त भी बहुत जल्दी गुजर जाता है, ऐसा कोई वक्त नहीं हमें इतने तड़पाएगा जिंदगी भर, फिर भी हम जिंदगी में कभी दुख हो जाते हैं तो हमारा अंदर ऐसा एक ताकत भी आता है, हमें रोशनी दिखाने के लिए और हाथ पकड़कर आगे की रास्ते पे हमें दिशा दिखाने के लिए भी कोई हमारे ज़िंदगी में तो ज़रूर आएगा, उसका साथ मिल जाए तो हमारा ज़िंदगी का रास्ता भी बहुत अच्छे से गुजर जाएगा, और हम पूरी ज़िंदगी हमारा एक रोशनी में एक दिया चलकर हम ऐसे दिया चलते हुए हमारे साथ होगा, ऐसे हमारे साथ एक रोशनी हमेशा रहेगा. इसीलिए ज़िंदगी में एक उम्मीद रखना, अपने अंदर एक उम्मीद रखना सीखो. वो उम्मीद तुम्हें एक दिन ऊपर की ऊंचाइयों में लेकर जाएगा. हम कभी अपने अंदर की उम्मीद को मत छोड़ना. ज़िंदगी जब तक हमारा साथ देगा तब तक हम भी लड़ते रहना, कभी अपने अंदर की लड़ाई को मत छोड़ना. कितना मुश्किलों से जाना पड़ेगा तो फिर भी अपने अंदर की ताकत बढ़ाकर आगे की रास्ते पे तेज़ चलना सीखो. कभी रुकने की कोशिश मत करना. ज़िंदगी ऐसा एक सफ़र है, इस सफ़र में हमें नए रास्ता दिखाने वाले भी आएगा, हमें रास्ते पे गिराने वाले भी आएगा, लेकिन कभी गिरना मत. कोई हमें गिराने की कोशिश करेगा तो उसे मारकर चलना मत, फिर भी उसे लड़ने की कोशिश करना.
अपने आप से कैसे उसे रोक पाऊँगा ज़िंदगी में, ऐसे रोकने की भी कोशिश करना और ज़िंदगी में आगे जाने की भी कोशिश करना। कभी आगे जाने की कोशिश ज़िंदगी में मत छोड़ना। अंदर की उम्मीद को कभी छोड़ना नहीं और अंदर की ताकत को भी छोड़ना नहीं। आगे की रास्ता कितना भी मुश्किल में हो फिर भी अंदर एक उम्मीद रखकर आगे जाने की कोशिश करो तो तुम्हें रोकने वाला कोई नहीं होगा इस दुनिया में. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ഒരു കാര്യം ഇങ്ങനെ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ഇതായിട്ട് പറഞ്ഞ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് എഴുതി മലയാളത്തിൽ വിടണം. ഹിന്ദി അറിയാവുന്നവരും കാണുമല്ലോ, അതുപോലെ ഹിന്ദി അറിയാത്തവരും കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലായ കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി വിടുക. തെറ്റിപ്പോലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ.